നമസ്കാരം. ചലച്ചിത്രാപ്പൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന 10th പ്രിലിംസിന്റെ പരീക്ഷ, ഡിസംബർ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 10th പ്രിലിംസിന്റെ പരീക്ഷ, ഈ പരീക്ഷയ്ക്ക് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് സെപ്റ്റംബർ മാസമാണ്. സെപ്റ്റംബർ ഏറെക്കുറെ പകുതിയായി. സെപ്റ്റംബർ മാസത്തിൽ ഒരു 15 ഡേയ്സ് കൂട്ടിക്കോളൂ. ഒക്ടോബർ മാസത്തിൽ 31 ദിവസം, നവംബറിൽ 30 ദിവസം, ഇത്രയും മാത്രം കൂട്ടിയാൽ മതി. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ആകെ ഒരു 70 ദിവസത്തെ കണക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. 70 ദിവസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും 70 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എങ്ങനെ 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ഈ 70 ദിവസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് എങ്ങനെ 10th പ്രിലിംസ് ക്ലിയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. 70 ദിവസം കൊണ്ട് പഠിച്ചാൽ 10th പ്രിലിംസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ സിലബസ് ആണ് 10th പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത്. LDC പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള 12th പരീക്ഷകളെ പോലെയോ അത്ര വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് അല്ല. നമുക്ക് കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു നിശ്ചിത സമയം 5-6 മണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് 70 ഡേയ്സ് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് സാധിക്കും. എങ്ങനെയാണ് 70 ദിവസം കൊണ്ട് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം നോക്കേണ്ടത് സിലബസ് മുഴുവൻ കവർ ചെയ്യാനുള്ള സമയമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 70 ദിവസമാണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം സിലബസ് മനസ്സിലാക്കണം. ഓക്കെ, സിലബസ് എത്രത്തോളം ഉണ്ട്? നമുക്ക് GK, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് ഇൻ കേരള, ഇത്രയും പോർഷൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് 60 മാർക്ക് എന്ന് പറയുന്നത്. അതായത് 6 യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്, 6 മൊഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്. ആനുകാലിക വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതൊരു നിശ്ചിത ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് 10 മാർക്ക്. ചരിത്രം കേരളം 10 മാർക്ക്, ഭൂമിശാസ്ത്രം കേരളം, ഭൂമിശാസ്ത്രം ഇന്ത്യൻ 10 മാർക്ക്, പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ 10 മാർക്ക്. ഇങ്ങനെ ഒരു 6 ടോപ്പിക്സ് കൊടുത്തിട്ട് അത് ഓരോന്നും 10 മാർക്ക് വീതം, മൊത്തം 60 മാർക്കാണ് GK, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓരോന്നിനും സിംഗിൾ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ 10 മാർക്ക് വീതമാണ്. രണ്ടാമത് വരുന്നത് സയൻസ് ആണ്. സയൻസിൽ നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് ബയോളജിയും EVSും എൻവയോൺമെന്റൽ സയൻസും കൂടെ ചേർന്നുകൊണ്ട് 10 മാർക്കിനും, ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർന്നിട്ട് 10 മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും കൂടെ മാത്രം 20 മാർക്കിന്. പിന്നെ മാത്സും റീസണിങ്ങും, മാത്സ് 10 മാർക്കിന്, റീസണിങ് 10 മാർക്ക്. ഇങ്ങനെ മൊത്തം 100 മാർക്കിന്റെ സിലബസ് ആണ്. ഓക്കെ, ഈ 100 മാർക്കിന്റെ സിലബസ് നമുക്ക് അറിയാവുന്നതാണ്. 10th പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ മലയാളം ഇല്ല, ഇംഗ്ലീഷ് ഇല്ലാത്ത സിലബസ് ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഓക്കെ ചെറിയ സിലബസ് ആണ്. മാത്രമല്ല ഈ ഒരു GK പോർഷൻ ആയാലും ഇപ്പൊ കറണ്ട് അഫയേഴ്സ്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, ജോഗ്രഫി ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, ഒരു LDC ലെവലിലോ LGS ലെവലിലോ നമ്മൾ പഠിക്കുന്ന അത്രയൊന്നും കണ്ടന്റ് ടോപ്പിക്സ് ഈ സിലബസിൽ കൊടുത്തിട്ടില്ല. കുറച്ച് ടോപ്പിക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ടോപ്പിക്സിനെ പഠിച്ചാൽ മതി. പലപ്പോഴും സിലബസ് ഓറിയന്റഡ് ആയിട്ട് മാത്രമേ 10th പ്രിലിംസ് പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളൂ. ഇതാണ് സിലബസ്. ഈ സിലബസ് കവർ ചെയ്യാനുള്ള സമയം നമുക്കുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ പ്രകാരം ഞാൻ പറയുന്ന ഈ 7 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ 70 ദിവസം സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഒന്ന്, ഇനിയുള്ള 70 ദിവസം നിങ്ങളൊരു 5-6 മണിക്കൂർ ദിവസം സ്പെൻഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ 350 തൊട്ട് 420 മണിക്കൂർ വരെ പഠിക്കാൻ കിട്ടും. അതായത് 5 മണിക്കൂർ വീതം. ഓക്കെ, 70 ദിവസം പഠിക്കുകയാണെങ്കിൽ 350 അവേഴ്സ് കിട്ടും. ഇനി 6 മണിക്കൂർ വീതം പഠിക്കുകയാണെങ്കിൽ 420 അവേഴ്സ് കിട്ടും. അപ്പോൾ ദിവസം നിങ്ങൾ 5-6 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു ആവറേജ് 350 അവേഴ്സ് നമുക്ക് ഓൾ ടുഗെദർ ഈ ഒരു സിലബസ് കവർ ചെയ്യാൻ വേണ്ടി കിട്ടും. 350 മണിക്കൂർ കൊണ്ട് ഈ സിലബസ് കവർ ചെയ്തെടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. നേരത്തെ പറഞ്ഞു അത്രയും ഒരു ചെറിയ സിലബസ് ആണ് ഇതെന്നുള്ളത്. അപ്പോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 5-6 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെക്കണം. അത് എപ്പോഴാണെന്നുള്ളത് നിങ്ങൾ നിശ്ചയിക്കുക. ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പും വന്നതിന് ശേഷം അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇടയ്ക്ക് ബ്രേക്ക് ഇടുന്ന സമയത്തും അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. അതല്ല വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങളുടെ ജോലികളെല്ലാം നേരത്തെ ഒതുക്കിക്കൊണ്ട് കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അതല്ല വിദ്യാർത്ഥികളാണെങ്കിൽ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 5-6 മണിക്കൂർ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരത്തിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാനിത് പറയാനുള്ള കാരണം അവസാനത്തെ 30 ദിവസം പഠിച്ചാൽ കിട്ടുമോ, ലാസ്റ്റ് 10 ഡേയ്സ് പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് പലതരത്തിലുള്ള വീഡിയോസ് വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫോക്കസ് ഏരിയ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ് മാത്രം കണ്ടെത്തി പഠിക്കേണ്ടി വരും. അപ്പൊ അതിൽ നമ്മൾ പലതും സ്കിപ്പ് ചെയ്യും. ഇവിടെ ഞാൻ പറയുന്നത് ഒരു പോർഷൻ പോലും സ്കിപ്പ് ചെയ്യാതെ 100% സിലബസ് കവർ ചെയ്ത് പഠിക്കാനുള്ള സമയമാണ്. അതിന് നിങ്ങൾ ഈ 350 അവേഴ്സ് മാറ്റി വെക്കണം. ദിവസം 5-6 മണിക്കൂർ മാറ്റി വെക്കണം. ഓക്കെ, അപ്പൊ എന്നിട്ട് ആഴ്ചയിൽ 6 ദിവസം വേണം പഠിക്കാൻ. ഈ 5-6 മണിക്കൂർ മാറ്റി വെക്കാൻ പറയുമ്പോൾ എങ്ങനെ പഠിക്കേണ്ടത്? അതായത് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ GK 60 മാർക്കാന്ന് പറഞ്ഞു.
ഈ ജി കെ മൊത്തം 60 മാർക്കിന്റെ ഈ ഒരു 6 പോർഷൻസ് കവർ ചെയ്യാൻ എത്ര മണിക്കൂർ മാറ്റി വെക്കാൻ നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ഞാൻ വേറെ എന്തെങ്കിലും വിഷയം ഉദാഹരണത്തിന് നാച്ചുറൽ സയൻസ് എടുക്കാം. നാച്ചുറൽ സയൻസ് സോറി 10 മാർക്കാണ് നാച്ചുറൽ സയൻസ് കൊടുത്തിരിക്കുന്നത്. ആ നാച്ചുറൽ സയൻസിന്റെ 10 മാർക്ക് കവർ ചെയ്യാൻ നിങ്ങളൊരു 20 അവേഴ്സ് അല്ലെങ്കിൽ 30 അവേഴ്സ് മാറ്റി വെച്ച് വിചാരിച്ചു. ആ 30 അവേഴ്സ് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു ദിവസം 5-6 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു 30 അവേഴ്സ് നിങ്ങൾ ഒരു ദിവസം ഒരു 6 ദിവസം അല്ലെങ്കിൽ 5 ദിവസങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ 6 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ 5-6-30 അല്ലെ. അപ്പൊ ഒരു 6 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ആ ഒരു സിലബസ്, ആ ഒരു നാച്ചുറൽ സയൻസ് മാത്രം കവർ ചെയ്യാൻ. അങ്ങനെ മൊത്തത്തിലുള്ള സിലബസിൽ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിലെ ഓരോ ഭാഗവും കവർ ചെയ്ത് ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് വെക്കാം. അതായത് ജി കെയിൽ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് 10 മണിക്കൂർ, ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് 10 മണിക്കൂർ, ജോഗ്രഫിക്ക് വേണ്ടി 10 മണിക്കൂർ, അങ്ങനെ നിങ്ങൾക്ക് ടഫ് ആയിട്ട് പോർഷൻസിന് മണിക്കൂർ കൂട്ടി കൊടുക്കാം. 15 മണിക്കൂർ, 20 മണിക്കൂർ അങ്ങനെ കൂട്ടി കൊടുക്കാം. അങ്ങനെ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം 70 ദിവസത്തെ ഈ 350 അവേഴ്സിനെ ഡിവൈഡ് ചെയ്ത് ഓരോ സബ്ജക്റ്റിനും എത്ര മണിക്കൂർ വീതം നിങ്ങൾ കൊടുക്കണം എന്നുള്ളതിന് പ്ലാൻ ഉണ്ടാക്കുക. ഞാനത് നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ ആക്കി തരാതിരിക്കാനുള്ള കാരണം ഓരോരുത്തർക്കും അവരവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂഷന് 10 മണിക്കൂർ മതിയാവുമായിരിക്കാം, മറ്റൊരാൾക്ക് ഒരു പക്ഷേ 20-30 മണിക്കൂർ വേണ്ടി വരും. അതേപോലെ തന്നെയാണ് മറ്റുള്ള സബ്ജക്റ്റുകൾക്കും. അതുകൊണ്ടാണ് ഞാനിത് ഓരോ സബ്ജക്റ്റിനും നിശ്ചിത മണിക്കൂർ ആക്കി തരാതിരുന്നത്. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് നോക്കിക്കൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് നിശ്ചിത മണിക്കൂറുകൾ മാറ്റി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, പഠനം ആരംഭിക്കാം. ഒരു ദിവസം 5-6 മണിക്കൂർ പഠിക്കുക. ഈ ഒരു ഓർഡറിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ആക്കുക, ഹിസ്റ്ററി പറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ആക്കുക, സയൻസ് കംപ്ലീറ്റ് ആക്കുക, മാത്സ് കംപ്ലീറ്റ് ആക്കുക. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 7ാമത്തെ ദിവസം എവറി വീക്ക് 7th സൺഡേ ആണെങ്കിൽ സൺഡേ ഓക്കെ, എവറി വീക്കിൽ 7th നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. അതായത് 6 ദിവസം കൊണ്ട് നിങ്ങൾ എന്താണോ പഠിച്ചത് അത് മുഴുവൻ റിവൈസ് ചെയ്യുന്ന ഒന്നായിരിക്കണം 7th എന്ന് പറയുന്നത്. നിങ്ങളുടെ പഠനം 2 ആഴ്ച പിന്നിടുമ്പോൾ ആ 2 ആഴ്ച കൊണ്ട് നിങ്ങൾ എന്താണോ പഠിച്ചത് അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ കമ്മിങ് നെക്സ്റ്റ് സൺഡേ നിങ്ങൾ റിവൈസ് ചെയ്ത് പോകണം. അങ്ങനെ ഓരോ സൺഡേസിലും നിങ്ങൾ അതുവരെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകും. നിങ്ങൾക്കറിയാം നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഓക്കെ 10th പ്രിലിംസിന്റെ കോഴ്സിൽ ടോപ്പിക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലെ. ആ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടും ഓക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഉദാഹരണത്തിന് ചരിത്രം കേരളം ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചരിത്രം കേരളത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം, ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടും. അതിന് PYQs ഉണ്ട്, മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ തവണയും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള റിവിഷൻ എക്സാംസ് എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പഠിച്ച ഭാഗങ്ങൾ മറക്കുന്നില്ലാവുന്ന ഉറപ്പുവരുത്താൻ വേണ്ടി റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ പഠനം ട്രാക്കിലാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പഠിച്ചു പോകും, പഠിക്കുന്നതിനനുസരിച്ച് മുൻപ് പഠിച്ചത് മറന്നു പോകും. അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിവിഷൻ 7th ചെയ്യണമെന്ന് നിർബന്ധമായി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചെയ്യണം മറ്റൊരു കാര്യം, ആനുകാലിക വിഷയങ്ങൾക്ക് 10 മാർക്ക് ഈ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഒരുമിച്ച് 5-6 മണിക്കൂർ പഠിക്കുന്നതിന് പകരം, അതായത് ഒരു 5-6 ദിവസം എടുത്ത് മുഴുവനായിട്ട് പഠിച്ചു തീർക്കുന്നതിന് പകരം ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ പഠിക്കാനും സാധിക്കും. മാത്രമല്ല ഓരോ ദിവസവും പഠിച്ചത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കും. മാക്സിമം കണ്ടന്റ് നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടും. അല്ലെങ്കിൽ അവസാനമാകുമ്പോൾ എന്താണ് പഠിക്കേണ്ടത്, എന്ത് പഠിക്കേണ്ട എന്നുള്ള കൺഫ്യൂഷൻ വരും. പലതും നമ്മൾ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കും. നിങ്ങൾക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ദേശീയ തലത്തിലുള്ള പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അല്ലെ. മണിപ്പൂരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു, പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഫാക്ട്സ് പോലും കറണ്ട് അഫയേഴ്സിന് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു 5-6 ദിവസം ഒരുമിച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് പകരം ദിവസവും കറണ്ട് അഫയേഴ്സിന് ശ്രദ്ധ കൊടുത്ത് 1 മണിക്കൂറോ സമയം കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ മാക്സിമം വായിക്കാൻ സമയം കിട്ടും. 70 ദിവസം നിങ്ങൾ കറണ്ട് അഫയേഴ്സിനെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അത്രയും ഡെപ്ത് വായിക്കാൻ പറ്റും. ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെ ആ ഒരു 10 മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനു പുറമെ ദിവസവും പറ്റുമെങ്കിൽ ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു PYQ ചെയ്യുക. തുടക്കത്തിൽ നിങ്ങൾക്ക് ഇതിന് സമയമില്ലെങ്കിൽ കുഴപ്പമില്ല, 1-2 ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് മന്തിന് ശേഷം, ഒരു മാസത്തിന് ശേഷമെങ്കിലും നിങ്ങൾ അത്യാവശ്യം പഠനം ഒന്ന് ഒരു 50% കംപ്ലീറ്റ് ആയതിനു ശേഷമെങ്കിലും ദിവസവും ഒരു മാതൃകാ പരീക്ഷ, ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു PYQ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ദിവസവും ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ അത്രയും ചെയ്യുന്ന സമയത്ത് 100 മാർക്കിന് പരീക്ഷ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. അത് റിവൈസ് ചെയ്യുന്നതിന് തുല്യമാവും. ഒന്ന്. രണ്ടാമത് PSCയുടെ നിലവിലുള്ള പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും.
മൂന്നാമത് ആ ക്വസ്റ്റ്യൻസും അതിന് റിലേറ്റഡ് ഫാക്ട്സും ഓപ്ഷൻസ് ഒക്കെ നോക്കി പോകുമ്പോൾ ഒരുപാട് അഡീഷണൽ പോയിന്റ്സ് നമുക്ക് പഠിക്കാനും സാധിക്കും. ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതിനുശേഷമെങ്കിലും ബാക്കിയുള്ള ഒരു 40 ഡേയ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ദിവസം ഒരു മാതൃകാ പരീക്ഷ അല്ലെങ്കിൽ PYQ നിങ്ങൾ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ താഴെ മറ്റൊരു സ്ലൈഡിൽ കാണിച്ചു തരാം. അതിന് പുറമെ നിങ്ങൾ SCERT പഠിക്കുക എന്നുള്ളതാണ്. SCERT പഠിക്കേണ്ടത് ഈ 5-6 മണിക്കൂറിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പഠിക്കണം എന്നറിയോ? നിങ്ങളിപ്പോ ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പോർഷൻസ് പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ആപ്പിനകത്തുള്ള വീഡിയോ ക്ലാസ്സിൽ കാണുക, അത് നോട്ട്സ് വായിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് കയ്യിലുള്ള റാങ്ക് ഫയൽ ആണോ മറ്റെന്ത് മെറ്റീരിയൽസ് ആണുള്ളത് അതെല്ലാം വായിച്ചത് പഠിക്കുക. അതിന് പുറമെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന SCERT പോർഷൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് നമുക്ക് +1 കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നിന്നാണ് ഭൂരിഭാഗം കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ ടോപ്പിക് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് ഏതാണോ ആ ടോപ്പിക് നിങ്ങൾ ഒരു 6 ദിവസം കൊണ്ട് പഠിച്ച് തീർക്കുകയാണെങ്കിൽ 6 ദിവസം കൊണ്ട് പഠിച്ച് തീർക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന SCERT പാഠപുസ്തകങ്ങളും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ അതിന് ആദ്യം എന്ത് മനസ്സിലാക്കണം? ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള SCERT ചാപ്റ്റേഴ്സ് വേണം. അപ്പൊ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള SCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കൽ മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു. ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ LDCക്കും LGSനും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട SCERT പാഠപുസ്തകങ്ങൾ ഏതൊക്കെയെന്നുള്ള ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതെല്ലാവരും ആ വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അത് നോട്ട് ചെയ്തുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറിയ പാഠപുസ്തകങ്ങളും വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ നമ്മുടെ ആപ്പിന്റെ ഹോം പേജിൽ തന്നെ 10th പ്രിലിംസ് 2024 എന്ന് പറയുന്ന ഒരു കാർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്താണ് ഈ സെക്രട്ടേറിയറ്റ് OAയുടെയും അസിസ്റ്റന്റ് ടൈം കീപ്പറിന്റെയും ലാബ് അസിസ്റ്റന്റിന്റെയും സ്റ്റോർ കീപ്പറും എല്ലാം കൂടി ചേർന്ന് വരുന്ന 10th പ്രിലിംസിന്റെ സിലബസ് കൊടുത്തിരിക്കുന്നത്. ചെറിയ സിലബസ് ആണ്. അതിനകത്ത് മുഴുവൻ വീഡിയോ ക്ലാസ്, ഓരോ ടോപ്പിക്കിലും വീഡിയോ ക്ലാസ്സുകളുണ്ട്, വായിക്കാനുള്ള നോട്ട്സ് ഉണ്ട്, പരിശീലിക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിവസവും നിങ്ങൾക്ക് SCERT പാഠപുസ്തകങ്ങൾ വായിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആപ്പിന്റെ ഹോം പേജിൽ തന്നെ താഴ്ഭാഗത്ത് SCERT എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ SCERT എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്റ്റാൻഡേർഡ് അടിസ്ഥാനത്തിൽ, അതായത് 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാൻഡേർഡ് അടിസ്ഥാനത്തിൽ SCERT ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ടോപ്പിക് അടിസ്ഥാനത്തിൽ ചരിത്രം, അതുപോലെ തന്നെ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, അല്ലെങ്കിൽ ജോഗ്രഫി, ഭൂമിശാസ്ത്രം, അങ്ങനെ ഓരോ സബ്ജക്ട് അടിസ്ഥാനത്തിൽ SCERT പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ SCERT ആപ്പിന്റെ ഹോം പേജിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ദിവസവും മോഡൽ എക്സാംസ് അല്ലെങ്കിൽ PYQs, മുൻവർഷ ചോദ്യപേപ്പറുകൾ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിന്റെ ഹോം പേജിൽ ഏറ്റവും താഴ്ഭാഗത്തുള്ള എക്സാംസ് എന്നുള്ള ഓപ്ഷൻ, ആ എക്സാംസ് എന്നുള്ള ആ ചലഞ്ചിന്റെ റൈറ്റ് സൈഡിലുള്ള എക്സാംസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എക്സാംസ് കിട്ടുന്നതായിരിക്കും. അവിടെ എക്സാം എന്നും ഇയർ എന്നും 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇയർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2024, 23, 22 അങ്ങനെ ഓരോ വർഷാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് PYQs ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അല്ല ഓരോ തസ്തികാടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി, LGS, സിവിൽ എക്സൈസ് ഓഫീസർ, പോലീസ് ഡ്രൈവർ, അങ്ങനെ തസ്തികാടിസ്ഥാനത്തിലാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഈ എക്സാം എന്ന് പറയുന്ന ഓപ്ഷനിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ല വർഷാടിസ്ഥാനത്തിലാണെങ്കിൽ ഇയർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഓപ്ഷൻസ് എല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് മാക്സിമം നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുക. വരുന്ന 70 ദിവസം നിങ്ങൾ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി വൃതം പോലെ 5-6 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മക്കളെ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, LDC പോലെയല്ല, അല്ലെങ്കിൽ 10th മെയിൻസ് പരീക്ഷകളെ പോലെയല്ല, പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് എപ്പോഴും കട്ട് ഓഫ് ഉയർന്നു വരാറുണ്ട്. 60-ഉം 70-ഉം ഒക്കെ കട്ട് ഓഫ് വരാറുണ്ട്. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ്. 1/2 മാർക്കിന് 0.33 മാർക്ക് നിങ്ങൾ കവർ ചെയ്താൽ പോലും നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആയി കിട്ടും. ഇവിടെ റാങ്ക് ലിസ്റ്റ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് പ്രിലിംസ് കടന്നു കൂടുക എന്നുള്ളത് മാത്രമാണ് ഒരു കടമ്പയായിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്ത് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നീട് ഓരോ പരീക്ഷയ്ക്കും OAക്ക്, ലാബ് അസിസ്റ്റന്റിന്, സ്റ്റോർ കീപ്പറിന്, അസിസ്റ്റന്റ് ടൈം കീപ്പറിന് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള സിലബസ് വെച്ചിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അതിനായി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ സ്റ്റഡി പ്ലാൻ നോക്കിക്കൊണ്ട് നിങ്ങളുടെ പഠനം ഷെഡ്യൂൾ ചെയ്യുക. എല്ലാ വിദ്യാഭ്യാസങ്ങളും നേരുന്നു. താങ്ക് യു.